വലിയ മഹാന്മാരായ ഇൽമിന്റെ ബഹറുകളായ നേതാക്കളാണ്. ആ മഹാന്മാരെല്ലാം ഒരുമിച്ച് കൂടി ഒരു യോഗം വിളിച്ച്, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ യോഗം വിളിച്ച് ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. 1926 രൂപം കൊടുത്ത ആ മഹത്തായ പ്രസ്ഥാനം 951 വരെ മാതൃപ്രസ്ഥാനം ഒറ്റയായി പ്രവർത്തിച്ചു. ഏതാണ്ട് 18 സമ്മേളനങ്ങൾ അതിനിടയിൽ നടത്തുകയുണ്ടായി. 1950-കൾക്ക് മുമ്പ്. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 19ാം സമ്മേളനമാണ് ബഹുമാനപ്പെട്ട AV ഉസ്താദിന്റെ ഒക്കെ സമീപ സ്ഥലത്ത് വടകരയിൽ വെച്ച് 1951 വെച്ച് നടന്നത്. വലിയ മഹാന്മാർ പങ്കെടുത്ത സമ്മേളനമായിരുന്നു. ആ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ ബോർഡിന് രൂപം നൽകി. അല്ലെങ്കിൽ രൂപീകരിക്കപ്പെട്ട വിദ്യാഭ്യാസ ബോർഡിന് ഫൈനൽ രൂപം നൽകുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തു. അഥവാ നാം കാണുന്നത് പോലെ 10,000-കണക്കിന് പ്രാഥമിക മദ്രസകൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടു. ഞങ്ങൾ ആരും അവകാശവാദം ഉന്നയിക്കുന്നില്ല. ഞങ്ങൾ മണ്ണ് കൊണ്ടുവന്ന്, ഞങ്ങൾ കല്ല് കൊണ്ടുവന്ന്, ഞങ്ങൾ സിമന്റ് തേച്ച്, അല്ലെങ്കിൽ സമസ്തയുടെ ഓഫീസ് നാളയച്ചിട്ട് നിർമ്മിച്ചതല്ല. അങ്ങനെ ആരും നിർമ്മിക്കാറില്ല. അതിൻ്റെ വിദ്യാഭ്യാസപരമായ അതിൻ്റെ മേഖലയിൽ ബഹുമാനപ്പെട്ട സമസ്തയെ അംഗീകരിക്കാനും അതിൻ്റെ സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കാനും മാനേജ്മെന്റ് തയ്യാറായിട്ട് കത്ത് തന്നാൽ അതിനാവശ്യമായ സഹായം ചെയ്തു കൊടുക്കൂ, ഒരു നമ്പറും അവിടെ തൂക്കൂ. അതപ്പോൾ സമസ്തയുടെ മദ്രസ എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് സമസ്തയുടെ മുഷാവറയിലെ AV ഉസ്താദിനെ പോലുള്ള ആളുകൾ വന്ന് ഒരു പ്രദേശത്ത് വന്ന് കല്ലും മണ്ണും ചുമന്ന് മദ്രസ ഉണ്ട്, ഇതാരും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യുക? ആജാതി അങ്ങനെ ആരെങ്കിലും പറയുമോ? സമസ്തയുടെ അംഗീകാരമുള്ള മദ്രസ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ സിലബസ്, അല്ലെങ്കിൽ അതിൻ്റെ നിയമാവലികൾ. അത് ബഹുമാനപ്പെട്ട സമസ്തയോട് ആവശ്യപ്പെടും. നിങ്ങളുടെ സിലബസ് അനുസരിച്ച് ഞങ്ങൾക്കൊരു മദ്രസ വേണം, മദ്രസ ഉണ്ടാക്കും, അതിൻ്റെ ശമ്പളവും കൊടുക്കും. ഇതൊക്കെയാണ് ഇപ്പോൾ വലിയ വാർത്ത. ശമ്പളം ഞാളല്ലേ കൊടുക്കുന്നത്, നിങ്ങളുടെ കൊടുക്കേണ്ടി. അല്ലാതെ സമസ്തക്ക് ഈ ശമ്പളം കൊടുക്കാനാവോ? അതിന് അക്കാഡമിക്കൽ നേതൃത്വം ബഹുമാനപ്പെട്ട സമസ്തയിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ അത് അതിൻ്റെ ക്രമാനുഗതമായൊരു നമ്പർ കൊടുത്തുകൊണ്ട് ആ സ്ഥാപനം മുന്നോട്ട് പോകും. അങ്ങനെയുള്ള ഈ മദ്രസകൾക്കെല്ലാം തന്നെ ഒരു ഐക്യരൂപമുണ്ടാക്കുകയും അതിന് കൃത്യമായ സിലബസ് രൂപീകരിക്കുകയും അതിൻ്റെ പാഠ്യപ്രവർത്തനങ്ങളിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തുകയും അതിനാവശ്യമായ നീക്കുപോക്കുകൾ നടത്തുകയും പരീക്ഷകളും അതേപോലെ തന്നെ അതിൻ്റെ ഉദ്യോഗാർത്ഥികളും അതിനുവേണ്ടി അന്വേഷിക്കുന്നവരും പരിശോധിക്കുന്നവരുമായ വലിയൊരു സംഘത്തെ ബഹുമാനപ്പെട്ട സമസ്ത ഏർപ്പാടാക്കി. അത് 1951 തുടങ്ങിയ ഏർപ്പാട് 2025 അത് 10,000-ന് മീതെ പോയി ആ സ്ഥാപനങ്ങൾ. അത് ഒരു തെറ്റാണോ? സമസ്ത ചെയ്ത ഒരു തെറ്റാണോ? അത് പരിശുദ്ധമായ ദീനിന്റെ ബാലപാഠം നമ്മുടെ സമൂഹത്തിന് പഠിപ്പിക്കാൻ അതിനാവശ്യമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി. ആദ്യകാലത്ത് ബഹുമാനപ്പെട്ട മുഷാവറയിൽ ഉസ്താദുമാർ എങ്ങനെയാ മദ്രസ ഉണ്ടാക്കിയെന്നറിയോ? ഉണ്ടാക്കിയല്ല, നേതൃത്വം കൊടുത്തത് അന്ന് മദ്രസയോട് വലിയ താല്പര്യമായിരിക്കില്ലായിരുന്നു. ദീന് ഉയർന്നു പോകുന്ന ഒരു ഏർപ്പാടാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ചില മദ്രസകൾ, ചില മഹല്ലത്തുകളിൽ ഉസ്താദുമാർ ഡയറക്റ്റ് പോയി അവിടെ ബോധന പ്രവർത്തനങ്ങൾ നടത്തി മാനേജ്മെന്റിനെയും മഹല്ലിനെയും അവിടുത്തെ മുത്തവല്ലിമാരെയും കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ച് മദ്രസകൾ തുടങ്ങണമെന്നതിലേക്ക് എത്തിച്ചു. ഇതൊക്കെ സേവനമാണ്. അങ്ങനെ എത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1ാമത്തെ വർഷത്തിൽ 100 മദ്രസകൾ തയ്യാതിരുന്ന നമുക്ക് ഒരു 10, 100 കൊല്ലം, 10, 50, 60, 70 കൊല്ലമാകുമ്പോൾ മദ്രസകളുടെ എണ്ണം കേരളത്തിലും അനുബന്ധ പ്രദേശങ്ങളിലുമായിട്ട് 10,000-ന് മീതെ പോയി എന്ന് പറയുന്നത്. അതിൽ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ വലിയ പ്രവർത്തനമുണ്ട്. അതിന് സമസ്ത അവരെ നിയോഗിച്ചിട്ടുണ്ട്. അതിനാവശ്യമായ നീക്കുപോക്കുകൾ സമസ്ത നടത്തിയിട്ടുണ്ട്. അതാണ് ഒരു തെറ്റ്. ആ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് ജമിയത്തുൽ മുഅല്ലിമീൻ എന്ന പേരിൽ സംഘടന ഉണ്ടാക്കുകയും അക്കാഡമിക മേഖലയിൽ അതേപോലെ വിദ്യാഭ്യാസ മേഖലകളിൽ ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കാനും ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും അവർക്ക് ട്രെയിനിങ്ങും ഹിസ്ബും കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്ത് അവരെ അധ്യാപനത്തിന് ഭാഗമാക്കിയിട്ട് അവരെ സംഘടിപ്പിച്ചത് തെറ്റാണോ?